ആ കുട്ടി എത്ര നല്ല കുട്ടിയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ളപ്പോൾ. ഏതെല്ലാം പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ വിശ്രമം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടി തന്നെ പറയുന്നു ഞാൻ വിശ്രമ ജീവിതമാണ്. അതാണല്ലോ VS ഉദ്ദേശിച്ചത്. ഒരു പാർട്ടിക്കകത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളെ മാറ്റിക്കൊണ്ടുപോയാൽ ആ പ്രവർത്തന രംഗത്ത് നിന്ന് തന്നെ നിഷ്ക്രിയമാക്കുകയാണ്. പ്രവർത്തന രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യിക്കുകയാണ്. അങ്ങനെ നിഷ്കാസനം ചെയ്യിച്ചതിനെയാണ് VS ആക്ഷേപിച്ചത്. അത് കോൺഗ്രസ് എന്ന പാർട്ടി ബോധപൂർവം ചെയ്തൊരു കാര്യമായതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്കുണ്ടാകുന്ന അനുഭവം എന്ത് എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞത്. സിന്ധു ജോയിയെ ഇവർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വിലക്കെടുത്തില്ലേ? അവളെല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നടന്ന് പ്രസംഗിച്ചില്ലേ? കോൺഗ്രസിന് അവളെ നിന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് എന്താ തോമസാ KV തോമസ് അല്ലേ നിന്നു ജയിച്ചിട്ട് പോയത്? അവൾ ഇപ്പം എവിടെയുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിക്കും. നിങ്ങൾ അന്വേഷണാത്മക പ്രവർത്തകരല്ലേ ഇവർ ഇറക്കുന്നവർ. ഒരു പ്രാവശ്യം ഇറക്കി കഴിഞ്ഞാൽ ഈ അഭിസാരികളെ കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ തള്ളുമല്ല, അതേപോലെ കൈകാര്യം ചെയ്യായിരുന്നില്ലേ? അതെ, അവരെല്ലാം ഒരു തരത്തിൽ അവർ പ്രസിദ്ധയാണ്. ഏത് തരത്തിലെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് ചിലപ്പോൾ മനസ്സിലാവും. ഒരു തരത്തിലും കോൺഗ്രസ്സുകാർക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ്സുകാരനാണ് എന്ന് പോലും പറയാൻ മടിക്കുന്ന ഘട്ടത്തിൽ ഒരുത്തി കോൺഗ്രസിലേക്ക് ചേരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അത്ഭുതമില്ലെങ്കിലും ഈ നാട്ടിലെല്ലാവർക്ക് അത്ഭുതമായിരിക്കും. ഞാൻ പറഞ്ഞത് സ്ത്രീകളെ പെൺകുട്ടികളെയെല്ലാം ഞങ്ങളോടൊപ്പം നിന്നപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി രംഗത്തും അല്ലാതെ പൊതുരംഗത്തുമെല്ലാം അവർക്ക് മാന്യമായ സ്ഥാനവും മത്സരിക്കാനുള്ള സീറ്റുമെല്ലാം കൊടുത്ത് പ്രവർത്തിപ്പിക്കുകയായിരുന്നെങ്കിൽ അവരെ സ്വാധീനം ചെയ്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം കറിവേപ്പിലെ പോലെ ദൂരേറിയുന്ന സംസ്കാരമാണ് കോൺഗ്രസിൻ്റെ. അവര് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവർ KPCC മെമ്പറായിരുന്നു. ആ നിലയിൽ അവരൊരു തരത്തിൽ പ്രശസ്തയാണ്. അവരെ പറ്റിയുള്ള പ്രശസ്തിയെ പറ്റി നിങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ റിപ്പോർട്ട് ചെയ്യണമെന്ന് പത്രക്കാരോട് ഞാൻ പറഞ്ഞു.